എനിക്ക് തോന്നി അമ്മയെപ്പോലെ പരിശുദ്ധ അമ്മയുടെ രൂപസാദൃശ്യമുള്ള ഒരു എക്സാമിനറാണ് എനിക്ക് വന്ന ഒരു ലേഡിയായിരുന്നു. എനിക്ക് വളരെ നന്നായിട്ട് ആ എക്സാം പെർഫോം ചെയ്യാൻ സാധിച്ചു. നമ്മുടെ ചെറിയ വേദനകൾ പോലും പരിശുദ്ധ അമ്മ കാണുന്നുണ്ട്, അമ്മ ഇടപെടും. നമുക്ക് ദുഃഖങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നാലും അമ്മ അതിൻ്റെ ഇരട്ടി അനുഗ്രഹം നമുക്ക് തരും. ജോസഫ് അച്ഛൻ്റെ ടോക്ക് നമുക്ക് ഭയങ്കര അനുഗ്രഹമാണ്. അച്ഛൻ പറയുന്നത് വളരെ കറക്റ്റാണ്. നോട്ട് ബൈ മെറിറ്റ്, ഓൺലി ബൈ ഗ്രേസ്. ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഈ ആൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് സാധിച്ചതിൽ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അനു, ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഉടമ്പടി എടുത്തതിന് ഫലമായി പരിശുദ്ധ അമ്മ തന്ന അനുഗ്രഹങ്ങളെ അറിയിക്കാനായിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. ആദ്യമായി ഒരു അവിശ്വാസിയിൽ നിന്നാണ് ഞാൻ ഈ കൃപാസനത്തെ പറ്റി അറിയുന്നത്. ഒരു യുക്തിവാദി കൃപാസനത്തെപ്പറ്റി വളരെ മോശമായിട്ട് പുച്ഛിച്ച് സംസാരിക്കുന്നതാണ് ഞാൻ ആദ്യം കേട്ടത്. അപ്പോൾ അതിൽ അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, അപ്പോൾ അദ്ദേഹം പോലും അത് അറിയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ടാവും, എന്തെങ്കിലും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടാവും എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. പക്ഷെ ഞാൻ പിന്നീട് കൃപാസനത്തെ പറ്റി അന്വേഷിക്കാനൊന്നും പോയില്ല. എനിക്ക് 2 പിള്ളേരാണുള്ളത്. എൻ്റെ ഇളയ മോന് ഇത്തിരി ഹൈപ്പർ ആക്റ്റീവും കുറച്ച് ഡിലേ ഒക്കെ ഉള്ളൊരു കുഞ്ഞാണ്. അപ്പോൾ ഞാനിങ്ങനെ സ്കൂൾ ബസ്സിൽ മൂത്ത കുട്ടിയെ വിടാനായിട്ട് ഇവനെയും പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു കപ്പേളയുണ്ട്. ആ കപ്പേളയിൽ ഈ പേപ്പർ, ഞാൻ കൃപാസനത്തിൻ്റെ പേപ്പർ ഇങ്ങനെ കിടക്കുന്നതായിട്ട് ഞാൻ കാണുകയും ഞാൻ അതെടുത്ത് വായിക്കുകയൊക്കെ ചെയ്തു. ആദ്യം ഞാനത് എനിക്ക് വെഞ്ചരിച്ച പേപ്പറാണെന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് അത് വീട്ടിൽ കൊണ്ടുപോകും. ഒരു ദിവസം ഞാനിതിങ്ങനെ വായിച്ചു. അപ്പം ഇങ്ങനെ ഉടമ്പടി ഉണ്ടെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യം എടുത്തത്. 2021 ഞാൻ അതെടുത്തത്. അതെടുത്തപ്പോൾ അത്ഭുതകരമായി സ്ലീപ്പിംഗ് ഡിസോർഡർ ഉള്ള എൻ്റെ കൊച്ച് ആ ഡിസോർഡർ പോവുകയും അവന് ഉറക്കം ലഭിച്ചു. സാധാരണ കൊച്ച് പകലും ഉറങ്ങില്ല, രാത്രിയിലും ഉറങ്ങില്ല, ആ അവസ്ഥയായിരുന്നു. പക്ഷേ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞിന് ഉറക്കം ലഭിച്ചു. അപ്പോൾ എനിക്കതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി. ഞാൻ അപ്പോൾ തന്നെ എനിക്ക് കൃപാസനത്തിലേക്ക് വരണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായി. ഞാൻ ഏപ്രിൽ മാസം 2021 ഇവിടെ വരികയും തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് അങ്ങോട്ട് അത്ഭുതങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പിന്നീട് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും നമ്മുടെ കൂടെ വരും എന്ന് പറയുന്നത് വാസ്തവമായൊരു കാര്യമാണ്. നമ്മുടെ ആവശ്യങ്ങളൊന്നും തന്നെ അമ്മയെ ഓർമ്മിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നമുക്ക് ജീവിതത്തിൽ എന്താണോ വേണ്ടത് അതെല്ലാം അമ്മ അറിഞ്ഞ് തരുന്നൊരവസ്ഥയാണ് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ ശേഷം ഞാനൊരു ഇങ്ങനെ ഒരു ഡെസ്പായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു, കൊച്ചിൻ്റെ കാര്യമൊക്കെ ഓർത്ത്. പക്ഷേ എങ്ങനെയോ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് എനിക്ക് കാനഡയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടായി. 9 വർഷമായിട്ട് എനിക്ക് സ്ഥിരമായിട്ട് ജോലിയില്ലായിരുന്നു. പിന്നെ ഈ കൊച്ചിൻ്റെ കാര്യമൊക്കെ ഓർത്ത് ജോലിക്കൊന്നും പോവണ്ട, അങ്ങനെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക്. ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു, അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ അതൊക്കെ കോൺട്രാക്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ഡെവലപ്പറായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനതെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടെ എന്തോ ഒരു പ്രേരണയാൽ കാനഡയുടെ പ്രോസസ്സിങ് ഫുൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു. അതിനുപരി IELTS എഴുതണമായിരുന്നു. അപ്പോൾ അത് ഈ കൊച്ചിനെയൊക്കെ വെച്ച് ഭയങ്കര ഒരു വെല്ലുവിളിയായിരുന്നു. ഞാൻ വീട്ടിൽ ഇരുന്ന് തന്നെ ജസ്റ്റ് ഒരു ഓൺലൈൻ ക്ലാസ്സൊക്കെ കൂടി IELTS പ്രിപ്പയർ ചെയ്യുന്നവർക്കറിയാം അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ്. ഞാനൊരു 10 essay പോലും റൈറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, ഒരു 10 ലിസണിങ് പോലും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ അമ്മയുടെ ഈ കാശുരൂപം കൊണ്ട് ഞാൻ എക്സാം എഴുതാൻ പോയി. ഞാൻ പ്രാർത്ഥിച്ച അമ്മ എൻ്റെ കൂടെ വരണം, അമ്മ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യണമെങ്കിൽ മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ. അത്ഭുതകരമെന്ന് പറയട്ടെ, എനിക്ക് തോന്നി അമ്മയെപ്പോലെ പരിശുദ്ധ അമ്മയുടെ രൂപസാദൃശ്യമുള്ള ഒരു എക്സാമിനറാണ് എനിക്ക് വന്ന ഒരു ലേഡിയായിരുന്നു. എനിക്ക് വളരെ നന്നായിട്ട് ആ എക്സാം പെർഫോം ചെയ്യാൻ സാധിച്ചു. എനിക്ക് വളരെ നല്ല ഹൈ സ്കോറാണ് കിട്ടിയത്. ആർക്കും വിശ്വസിക്കാനാവാത്തൊരു സ്കോറാണ് എനിക്ക് സ്പീക്കിങ്ങിന് പോലും കിട്ടിയത്. അത് കഴിഞ്ഞ് കാനഡയുടെ പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി. പക്ഷേ ഞാൻ പിന്നെയും പഴയ പോലെ റിലാക്സായി. പക്ഷേ എനിക്ക് വീണ്ടും ഇങ്ങനെ ഓരോ കൂട്ടുകാർ വിളിക്കുകയാണ്, UK പോകാം, സ്റ്റുഡൻറ്റ് വിസ ആകുമ്പോൾ എളുപ്പം കിട്ടും, അപ്പം ഇതൊന്ന് ശ്രമിച്ചുകൂടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും പ്രായമായി, ഇനി എനിക്ക് പഠിക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ പ്രേരണ വീണ്ടും 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 വരികയാണ്. അപ്പം ഞാൻ എപ്പോഴും കിട്ടുന്ന സമയത്തൊക്കെ പ്രാർത്ഥിക്കും. എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കൃത്യമായ സമയമൊന്നുമില്ല. എനിക്ക് എപ്പോൾ സമയം കിട്ടുന്നു അപ്പോഴൊക്കെ പ്രാർത്ഥിക്കും. എൻ്റെ വീട്ടിൽ ആരെങ്കിലും സഹായമൊക്കെ ചോദിച്ചു വരുന്നവർക്ക് ഞാൻ ഈ പേപ്പറും കൊടുക്കും. അങ്ങനെ ഒരു വശത്തോടെ ഉടമ്പടി പാലിച്ചു പോകുന്നു. പറ്റുന്ന പോലെ ഞാൻ ഉപവസിക്കും. ഇതൊക്കെ ഒരു സൈഡിൽ കൂടെ നടന്നു പോകുന്നു. അതിനിടയ്ക്ക് അപ്പം എനിക്കും തോന്നി UK അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് അറിഞ്ഞുകൂടാ ഏത് കോഴ്സാണ് എടുക്കേണ്ടത്, എനിക്കിനി ബുദ്ധിയുണ്ടോ, എനിക്ക് പഠിക്കാൻ പറ്റുമോ, ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് നല്ല യൂണിവേഴ്സിറ്റി അറിഞ്ഞുകൂടാ, ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ.
പക്ഷേ പരിശുദ്ധ അമ്മ ഇടപെട്ട് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു യൂണിവേഴ്സിറ്റിയിൽ വളരെ നല്ല ഒരു കോഴ്സ് എനിക്ക് തന്നു. അമ്മ ഓടി നടന്ന് എൻ്റെ അക്കോമഡേഷൻ ശരിയാക്കി, എൻ്റെ എൻറോൾമെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേ ഇല്ല. എൻ്റെ എൻറോൾമെൻറ്റിലുണ്ടായ തടസ്സം ഞാൻ യൂണിവേഴ്സിറ്റിക്ക് മെയിൽ അയക്കാതെ അവരിങ്ങോട്ട് എന്നെ വിളിച്ച് അത് സോൾവ് ചെയ്തു. അതൊക്കെ വളരെ അത്ഭുതകരമാണ്. അതുപോലെ എൻ്റെ വിസ വെറും 10 ദിവസം കൊണ്ടാണ് റെഡിയായി വന്നത്. ഒരുപാട് പേര് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർക്കറിയാം, എനിക്ക് 9 ഇയേഴ്സ് ഗ്യാപ്പുള്ള ഒരാളാണ്. ഗ്യാപ്പ് മീൻസ് അത് അത്രയും വർഷം പഠിച്ചിട്ടില്ലല്ലോ, ജോലിയല്ലേ. അപ്പോൾ അവർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റൊക്കെ വിസ പ്രോസസ്സിങ് ചോദിക്കുന്നതാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഒരു സർട്ടിഫിക്കറ്റും ഒന്നും ചോദിക്കാതെ തന്നെ 10 ദിവസം കൊണ്ട് എൻ്റെ കയ്യിൽ എനിക്ക് ആ വിസ കിട്ടുകയും, പിന്നെ ടിക്കറ്റിനായിട്ടൊക്കെ നെട്ടോട്ട് ഓടുകയാണ്. എനിക്ക് വീട്ടിൽ ഇരുന്നല്ലേ, എനിക്ക് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട്. ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ അമ്മയോട് പറയും, അമ്മ സഞ്ചാരി മാതാവല്ലേ, എനിക്കൊരു ടിക്കറ്റ് എടുത്ത് തരാൻ അമ്മയ്ക്ക് പറ്റുമല്ലോ. അന്ന് വൈകുന്നേരം തന്നെ എന്ത് ഞാൻ ആവശ്യപ്പെടുന്നു അപ്പം തന്നെ അമ്മ എല്ലാം അത് ചെയ്തു തരികയാണ്. അത്ഭുതം അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. പിന്നീട് ഞാൻ ഈ ബുധനാഴ്ച UK പോവുകയാണ്. അമ്മയ്ക്ക് അതിന് 1000 നന്ദി. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യമെല്ലാം ഞാൻ അമ്മയെ ഏൽപ്പിക്കുകയാണ്. എനിക്ക് ആകുലതകളില്ല ഇപ്പോൾ. പിന്നെ എൻ്റെ ആങ്ങള, അവൻ മർച്ചൻ്റ് നേവിയിലാണ്. അവന് പോയിട്ട് വന്ന ശേഷം 2 വർഷമായിട്ട് അവന് തിരികെ പോകാനോ യാതൊരു ഉദ്ദേശവും ഇല്ല. അവന് മടിയാണ് പോകാൻ. അപ്പോൾ നല്ലൊരു ജോലി, നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോലിയാണ്. സാലറി പോരാന്നൊക്കെയാണ് അവൻ പറയുന്ന കാരണങ്ങൾ. അവർ വിളിക്കുന്നില്ല, സാലറി ഇല്ല, അങ്ങനെയൊക്കെ. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ എനിക്ക് സാക്ഷ്യം പറയുമ്പം അവൻ്റെ കാര്യം കൂടെ പറയാൻ ഇടവരുത്തണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അടുത്ത ആഴ്ച അവൻ പോവുകയാണ്. അതും അവൻ്റെ ജോലിയും പെട്ടെന്ന് തന്നെ അവൻ്റെ ജോയിനിങ് ഒക്കെ റെഡിയായി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അമ്മ നടത്തി തന്നു. പിന്നെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം, അത് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് ശേഷം എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. ഒരു 2-3 വർഷമായിട്ട് ഇങ്ങനെ മരുന്ന് കഴിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ അത് വെച്ചൊന്നുമില്ല. പക്ഷേ ഗ്രാജ്വലി ഞാൻ ഈ ഉപ്പ് രാവിലെ അങ്ങ് കഴിച്ചു തുടങ്ങി, മരുന്ന് പയ്യെ അങ്ങ് നിർത്തി. ഞാൻ 2 തവണ ടെസ്റ്റ് ചെയ്തപ്പോഴും എനിക്ക് തൈറോയ്ഡ് എന്നുള്ള ഒരു പ്രോബ്ലം ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് ക്യൂറായി. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിച്ചാലും അമ്മ അതപ്പം തന്നെ ഇടപെട്ട് സാധിച്ചു തരുമായിരുന്നു. പിന്നെ എനിക്കുണ്ടായൊരു അനുഭവം എന്ന് വെച്ചാൽ, ഈ ഉടമ്പടി പത്രിക വിതരണം ചെയ്തപ്പോൾ ഒരു സഹോദരി അല്പം നീരസത്തോടു കൂടി എന്നോട് പെരുമാറി. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി ഈ പേപ്പർ ആർക്കും കൊടുക്കണ്ട, എന്നാൽ ഇനി നിർത്തിയേക്കാം, ആൾക്കാർക്ക് ഇഷ്ടം. ഇനിയിപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇനി മേടിക്കാൻ പേടിയാണോ എന്നൊന്നും എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് ഈ സംഭവം. ഞാനിതിങ്ങനെ ഒരു പേപ്പർ എൻ്റെ കൈ പിടിച്ചു, ബാക്കി പേപ്പറൊക്കെ ഞാൻ ബാഗിലേക്ക് തന്നെ വെച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി. ഇപ്പം പറയുമ്പോൾ കൂളാണെങ്കിലും അന്നേരം എനിക്ക് വല്ലാത്തൊരു മാനസികത്തിൽ ഭാരം വന്ന്. അപ്പോൾ ഒരു സിസ്റ്റർ, ഒരു കന്യാസ്ത്രീ, അവർ വന്ന് എൻ്റെ അടുത്ത്, എന്നിട്ട് എന്നോട് ഈ പത്രം എനിക്ക് തരാമോ, ഇത് കൃപാസനത്തിലല്ലേ എന്ന് ചോദിച്ചു. എൻ്റെ അടുത്തുനിന്ന് പേപ്പർ മേടിച്ചു. അവരെ പേപ്പർ കൊണ്ടുപോയി. അപ്പോൾ അത് കണ്ട് വേറെ 2-3 സഹോദരിമാരും വന്ന് 2 പത്രമൊക്കെ അവരെൻ്റെ അടുത്തുനിന്ന് മേടിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മുടെ ചെറിയ വേദനകൾ പോലും പരിശുദ്ധ അമ്മ കാണുന്നുണ്ട്, അമ്മ ഇടപെടും. നമുക്ക് ദുഃഖങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നാലും അമ്മ അതിൻ്റെ ഇരട്ടി അനുഗ്രഹം നമുക്ക് തരും. അപ്പം അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടെ, ജോസഫ് അച്ഛൻ്റെ ടോക്ക് നമുക്ക് ഭയങ്കര അനുഗ്രഹമാണ്. അച്ഛൻ പറയുന്നത് വളരെ കറക്റ്റാണ്. നോട്ട് ബൈ മെറിറ്റ്, ഓൺലി ബൈ ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതല്ല, നമ്മുടെ ഒരു കഴിവുമല്ല. പരിശുദ്ധ അമ്മ നമ്മളെ ആരെയും ഒരിക്കലും ഉപേക്ഷിക്കില്ല.